ശ്രീ ഈ പൊതുവിൽ എല്ലാവരും സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും തമ്മിൽ വലിയ പോരാണ് നടക്കുന്നത്, ഇവർ തമ്മിൽ ഒരുമിച്ച് പോകില്ല, നേതൃത്വത്തിലെ 2 തട്ടിലാണ് ഇവർ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അങ്ങനെയല്ല. സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും ഒരുമിച്ച് കൊണ്ട് മുരളീധരനെ പുറത്താക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ, മുരളീധരൻ ഔട്ടാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇതിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ട്? അല്ല, നമ്മളിപ്പോൾ കഴിഞ്ഞ തവണത്തെ ഇവരുടെ കൊച്ചിയിൽ നടന്ന മീറ്റിംഗ് കണ്ടു. അന്ന് സുരേന്ദ്രൻ ആദ്യം വരുന്നു. സുരേന്ദ്രൻ വരുമ്പോൾ മാധ്യമങ്ങളെല്ലാം ചെന്ന് അദ്ദേഹത്തെ കാണുന്നു. അപ്പോൾ പറയുന്നു, നിങ്ങൾ വിചാരിക്കുന്നതിനുള്ള ഒരു കാര്യവും ഇവിടെ നടക്കുന്നില്ല. ഇവിടെ നടക്കുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില അവലോകനങ്ങൾ, ഒപ്പം തന്നെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ. അല്ല, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒന്നും ഇവിടുന്ന് കിട്ടില്ല എന്ന് വളരെ കൃത്യമായിട്ട് ഒരു നല്ല നേതാവ് എങ്ങനെയാണോ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നത് അതുപോലെ പറഞ്ഞു. ഇതിനുശേഷം ശോഭാ സുരേന്ദ്രൻ വരുന്നത്. ശോഭാ സുരേന്ദ്രൻ എന്താണെന്ന് ചോദിച്ചാൽ പറയുന്നു, പറയാനുള്ള കാര്യങ്ങളെല്ലാം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു എന്ന് പറഞ്ഞാൽ കെ സുരേന്ദ്രൻ. അതല്ല, അവിടുത്തെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട വേറെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ചോദ്യങ്ങൾ ചെല്ലുന്നു. ശോഭാ സുരേന്ദ്രൻ പറയുന്നു, പൊന്നു സഹോദരിമാരെ എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു, ഞാനൊന്ന് പൊക്കോട്ടെ, ഞങ്ങൾക്ക് അവിടെ തെരഞ്ഞെടുപ്പ് അവലോകനം, അതായത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് സുരേന്ദ്രൻ എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സുരേന്ദ്രൻ എന്തെങ്കിലും 2 പറയും. അപ്പോൾ പറഞ്ഞു, അതെ, എന്നെക്കുറിച്ച് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരുന്നു, ഞാൻ നല്ല പ്രവർത്തനമാണ് അവിടെ നടത്തിയത്, എന്നെ ഏൽപ്പിച്ച പണികൾ കൃത്യമായിട്ട് ചെയ്തു എന്ന് പറഞ്ഞു. മാത്രമല്ല, എനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും തന്ന സംസ്ഥാന അധ്യക്ഷനാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ സപ്പോർട്ട് ചെയ്തു. ഇത് മീഡിയയ്ക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഒരു തർക്കം ഉണ്ടാകണം, BJPക്കുള്ളിൽ പ്രശ്നം ഉണ്ടാകണം. പിന്നാരാണ് അടുത്തത്? അപ്പോൾ വരുന്ന പേരാണ് മുരളീധരൻ. അപ്പോൾ മുരളീധരൻ എന്ന് പറയുന്നത് നേരത്തെ രാജ്യസഭാംഗമായിരുന്നു. മാത്രമല്ല, അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു. നിലവിൽ കേന്ദ്രമന്ത്രിയല്ല, രാജ്യസഭയിൽ ഇത്തവണ സീറ്റ് കിട്ടിയില്ല. അപ്പോൾ അദ്ദേഹം കേരളം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇത്തവണ നമ്മുടെ ലോക്സഭയിലേക്ക് മത്സരിച്ചിരുന്നല്ലോ, ആറ്റിങ്ങിൽ മത്സരിച്ചു, പക്ഷെ വിജയിച്ചില്ല. 2ാം സ്ഥാനത്തായി. നല്ല വോട്ട് വീതമൊക്കെ വർദ്ധിച്ചിരുന്നു. അപ്പോൾ മുരളീധരനും സുരേന്ദ്രനും തമ്മിൽ തെറ്റി. അടുത്തതാണ്. അപ്പോൾ നേരത്തെ കേട്ടിരുന്നത് എന്താ, മുരളീധരൻ കേന്ദ്രമന്ത്രിയായിട്ട് പോയ സമയത്ത് മുരളീധരൻ്റെ ആജ്ഞാനുവർത്തിയായിട്ട് കെ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷനാക്കി. അപ്പോൾ മുരളീധരൻ്റെ നോമിനിയാണ് സുരേന്ദ്രൻ. അപ്പോൾ ഇവരൊരു പക്ഷം, മറ്റേ പക്ഷത്താര കൃഷ്ണദാസ് ഉണ്ട്, രമേശ് ഉണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ ആ പക്ഷം വിട്ടുനിന്നു. എവിടെ? കൊച്ചിയിലെ മീറ്റിംഗ്. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് മീറ്റിംഗ് നടന്നപ്പം MD രമേശും പങ്കെടുത്തു, കൃഷ്ണദാസും പങ്കെടുത്തു, അതുപോലെ തന്നെ ഈ വിട്ടുനിന്ന നേതാക്കളെല്ലാം പങ്കെടുത്തപ്പോൾ അവിടെ ഒരു ഉരസലിന് സാധ്യതയില്ല. അപ്പോൾ പുതുതായിട്ട് മുരളീധരനുമായിട്ട് പ്രശ്നമുണ്ട്. എന്താ പറഞ്ഞത്? കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന സംസ്ഥാന അധ്യക്ഷൻ്റെ കാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ BJP തോറ്റുപോയല്ലോ. അപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു, ഞാൻ മാത്രമല്ല, എൻ്റെ മുൻഗാമിയായ മുരളീധരൻ സംസ്ഥാന അധ്യക്ഷനായിരുന്നപ്പോഴും ഇതുപോലെ തോറ്റിട്ടുണ്ട്. അപ്പോൾ ഉടനെ പറയുന്നു, കണ്ടോ, ഇവർ തമ്മിൽ തെറ്റി അല്ലേ? അങ്ങനെയല്ലേ അവർ പറയുന്നത്. അതായത് നമ്മൾ പൊതുവെ ഇപ്പോൾ നമ്മളൊക്കെ കഴിഞ്ഞ കുറച്ച് ചർച്ചകളിലൊക്കെ പറഞ്ഞതാണ്, പിന്നെ ചേലക്കരയിൽ കോൺഗ്രസിൻ്റെ പിന്നെ രമ്യ ഹരിദാസ് തോറ്റപ്പോൾ കെ സുധാകരൻ്റെയും VD സതീശൻ്റെയും നെഞ്ചത്ത് കയറാൻ ഒരു മാധ്യമ പ്രവർത്തകരും പോകുന്നത് നമ്മൾ കണ്ടില്ല. പിന്നെ വയനാടും പാലക്കാടും CPM തോറ്റപ്പോൾ MV ഗോവിന്ദൻ മാസ്റ്ററുടെ നെഞ്ചത്ത് കയറാൻ ഒരു മാധ്യമങ്ങൾ പോയത് നമ്മൾ കണ്ടില്ല. പാലക്കാട് മഹാരാഷ്ട്രയിൽ വൻ വിജയം BJP നേടിയിട്ടും അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും പറയാത്ത മാധ്യമ പ്രവർത്തകർ പാലക്കാട് BJPയുടെ പരാജയത്തെ BJPയുടെ പാർട്ടിക്കുള്ളിലെ ഒരു ഭിന്നിപ്പാണ്, പോരായ്മയാണ് നേതൃത്വത്തിൻ്റെ, സുരേന്ദ്രനെ മാറ്റണം, ശോഭാ സുരേന്ദ്രൻ വരണം. അപ്പോൾ മാധ്യമ പ്രവർത്തകർ തന്നെ പുറത്ത് നിന്നുകൊണ്ട് BJPയിലേക്ക് കടന്നു കയറി ഒരു തർക്കത്തിന് ശ്രമിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരു പ്രമുഖ മാധ്യമമാണ് സുരേന്ദ്രൻ രാജിവെക്കാൻ പോകുന്നു, സുരേന്ദ്രൻ രാജിയിലേക്ക് നീങ്ങുന്നു, അടുത്തതാര് എന്നൊക്കെയുള്ള പ്രസ്താവനകളും അല്ലെങ്കിൽ ബ്രേക്കിംഗ് ന്യൂസുകളൊക്കെ കൊടുത്ത് അത് കണ്ടുകൊണ്ട് മറ്റു പല മാധ്യമങ്ങളും കൊടുത്തു. പിന്നീട് അത് പിൻവലിക്കേണ്ട അവസ്ഥയൊക്കെ വന്നു. അപ്പോൾ BJPക്കകത്തുള്ള എന്നുവെച്ചാൽ ആ പാർട്ടിയെ പിന്നെ എന്താ പറയുക, ആ പാർട്ടിയെക്കുറിച്ച് പറയാൻ ഇവർക്ക് പാർട്ടി ഇല്ലാതാക്കാനുള്ള എന്ത് ചെയ്യാം എന്നാണ് ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുക. മറ്റു പാർട്ടികളൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല, കാരണം ഞങ്ങളിൽ പലരും കോൺഗ്രസ്സുകാരാണ്, പലരും CPMകാരാണ്, BJPക്കാരാകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ആ പാർട്ടിയെ എങ്ങനെ നശിപ്പിക്കുക, അതിനൊരു അജണ്ട തയ്യാറാക്കുക, അജണ്ടയിൽ ഇരുന്നു കൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ മാപ്രകൾ എന്ന് പറയുന്ന മുൻനിര മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നവർക്ക് ചെയ്യാനുള്ളത്. വാർത്ത കിട്ടിയില്ലെങ്കിൽ ഉടനെ BJPയുടെ നെഞ്ചത്ത് കയറുക, അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ നെഞ്ചത്ത് കയറുക. അപ്പോൾ ഈ BJP എന്ന് പറയുന്നത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. പക്ഷേ കേരളത്തിൽ BJPക്ക് ഒരു അയിത്തം കൽപ്പിച്ചിട്ടുണ്ട്. അപ്പം മാധ്യമ പ്രവർത്തകർ മാധ്യമങ്ങളിലൂടെ നൽകുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ വിലയിരുത്തുന്നത്. പക്ഷേ പതിയെ ആളുകൾ മാറി വരുന്നുണ്ട്. അതുകൊണ്ടാണ് BJPയുടെ വോട്ട് വിഹിതം വർദ്ധിക്കുന്നത്. ഇപ്പോൾ പാലക്കാട്ടെ തർക്കവും ബഹളവും പ്രശ്നമൊക്കെ ഉണ്ടായി, BJPയുടെ കാര്യം നമ്മൾ മാറ്റി നിർത്തുന്നു. ചേലക്കര പോലെ CPM വലിയ വേരോട്ടമുള്ള ഒരു സ്ഥലത്ത് എങ്ങനെയാണ് 10,000 വോട്ട് BJP കൂടിയത്? അപ്പോൾ കേരളം BJPക്ക് അനുകൂല
അനുകൂലമായി ചിന്തിച്ച് തുടങ്ങുന്നു, അതിനെ ഒഴിവാക്കണം. ഇവിടെ ഇപ്പോൾ എന്താ, BJP-യിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നു, BJP-യിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നു, ശോഭാ സുരേന്ദ്രൻ പുതിയ അധ്യക്ഷയായി വരും, അപ്പോൾ സുരേന്ദ്രനെ മാറ്റും, ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ ശോഭാ സുരേന്ദ്രനും പരസ്പരം കുറ്റപ്പെടുത്തുന്നില്ല, മാത്രമല്ല മാധ്യമങ്ങൾക്ക് കുറ്റം പറയാൻ പറ്റുന്ന ഒരു വാക്ക് പോലും പറയുന്നില്ല. ആകെ പിന്നെ പിടിക്കാൻ പറ്റുന്നത് വി മുരളീധരൻ ഇപ്പോൾ സ്ഥാനമില്ല, രാജ്യസഭാംഗമല്ല, മന്ത്രിയല്ല. അപ്പോൾ പിന്നെ സംസ്ഥാന അധ്യക്ഷനായിട്ട് വരണം, എങ്കിൽ മാത്രമേ കേരളത്തിലെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റൂ. വി മുരളീധരനും സുരേന്ദ്രനും തമ്മിലടിയാണ് എന്നൊക്കെ വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കുന്നു. അടുത്ത് എന്താ, MD രമേശിനെ സംസ്ഥാന അധ്യക്ഷനാക്കി മാറ്റണം. അതിനു വേണ്ടിയിട്ട് ഈ പറഞ്ഞ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ മറുവശത്ത് നിന്ന് ശ്രമിക്കുന്നു. വലിയ പ്രശ്നമാണ്. എന്തിനാണ് സത്യത്തിൽ ഈ BJP-യുടെ പ്രശ്നം എടുത്തുകൊണ്ട് വരുന്നത്? നമുക്കറിയാം, നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന സജി ചെറിയാൻ ഭരണഘടനയെ വിമർശിച്ചു എന്ന് പറഞ്ഞ് വലിയൊരു പ്രശ്നമുണ്ടായി. ഒടുവിൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. പിന്നീട് അദ്ദേഹം മാപ്പൊക്കെ പറഞ്ഞ് മന്ത്രിസഭയിൽ കയറി. ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നൊരു ഉത്തരവുണ്ടായിരിക്കുന്നു. എന്താണ്? സജി ചെറിയാൻ ചെയ്തിരിക്കുന്നത് ഭരണഘടനയെ അവഹേളിക്കുന്നതാണ്. അതൊരു വലിയ ചർച്ചാ വിഷയമാണ് മാറേണ്ടതല്ലേ? അതായത് ഒരു കാലത്തും ഭരണഘടനയെ CPM അംഗീകരിച്ചിരുന്നില്ല, ഞങ്ങൾ ഇതിനെ അംഗീകരിക്കുന്നില്ല നിലപാടാണ് പറയുന്നത്. പക്ഷേ എപ്പോഴും പറയുന്നത് എന്താണ്? മോദി ഭരണഘടന മാറ്റി എഴുതാൻ പോകുന്നു, മോദി ഭരണഘടന പൊളിച്ചെഴുതാൻ പോകുന്നു, BJP സർക്കാർ ഭരണഘടനയെ ലംഘിക്കുന്നു, ഇതൊക്കെ പറയുന്ന BJP ഇവിടെ ഇതാ ഒരു CPM ഇവിടെ ഇതാ നിങ്ങൾ CPM-നെതിരെ ഹൈക്കോടതിയിൽ നിന്ന് തന്നെ ഈ ഭരണഘടനയ്ക്കെതിരായ ഒരു മന്ത്രിയെ കണക്ട് ചെയ്തിട്ട് ഒരു പരാമർശം വന്നില്ലേ? അപ്പം നിങ്ങൾ ആ സമരം ഏറ്റെടുത്തായിരുന്നെങ്കിൽ ജനങ്ങൾ മുഴുവൻ അത് ശ്രദ്ധിച്ചേനെ. എന്തുകൊണ്ടാണ് BJP-ക്ക് കൃത്യമായ സമയത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതിരുന്നത്? ആ സമയത്ത് അജണ്ട മാറ്റാൻ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ലക്ഷ്യം ശ്രദ്ധ തിരിക്കാൻ വേണ്ടി കൃത്യമായി BJP-യും പാലക്കാടിനെയും കൂടെ കണക്ട് ചെയ്തു. അതിന് മറുപടിയായിട്ട് BJP രംഗത്ത് വരുന്നു. ഉടനെ സന്ദീപ് വാര്യരുടെ വിഷയം എടുത്തിരുന്നു, സന്ദീപ് വാര്യർക്ക് മറുപടി പറയാനായിട്ട് BJP വരുന്നു. അപ്പോൾ BJP-യെ എങ്ങനെ വഴിതെറ്റിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് പോകാമെന്നതിനെക്കുറിച്ച് CPM-ന് നല്ല ധാരണയുണ്ട്. അതായത് സജി ചെറിയാനും ഭരണഘടനയും തമ്മിലുള്ള പ്രശ്നമുണ്ടാകുകയും സജി ചെറിയാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസും അതുപോലെ തന്നെ BJP-യും ഒരു വലിയ പ്രക്ഷോഭമായി രംഗത്തിറങ്ങുകയും ചെയ്താൽ കാര്യങ്ങളാകെ കുഴഞ്ഞു മറിയും. CPM-ന് വലിയ അപമാനമാകും. അത് ഒഴിവാക്കാൻ വേണ്ടി നേരെ BJP-യിലേക്ക് എടുത്തിട്ടു. അപ്പോൾ ആദ്യം പാലക്കാടിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ, പ്രമീള ശശിധരൻ എന്ന് പറയുന്ന നഗരസഭാ അധ്യക്ഷ എടുത്തിരുന്നു, ശിവരാജൻ എടുത്തിരുന്നു. പിന്നീട് BJP തന്നെ പറയുന്നു അനാവശ്യമായി നിങ്ങൾ പരസ്യ പ്രതികരണം വേണ്ട, അതോടുകൂടി അത് നിന്നു. അപ്പോൾ ആ ഒറ്റ ദിവസം കൊണ്ട് ഈ വാർത്തകളെല്ലാം സ്വിച്ചിട്ട പോലെ നിന്നും. പിന്നെ അടുത്തതാണ് കൊച്ചിയിൽ നടന്ന സമ്മേളനത്തിനിടയിലേക്ക് ഉന്തിക്കയറാൻ ശ്രമിച്ചത്, അതും പൊളിഞ്ഞു. അടുത്ത തിരുവനന്തപുരത്തെ കാര്യങ്ങൾ വെച്ചിട്ട് അടുത്ത ഒരു ചർച്ച. ഇപ്പം പുതിയ ചർച്ച എന്താ? സുരേന്ദ്രനും വി മുരളീധരനും തമ്മിൽ തെറ്റി. സുരേന്ദ്രൻ്റെ അധ്യക്ഷ പദവി അവസാനിക്കാൻ പോകുന്നു. സ്വാഭാവികമല്ലേ, ഒരു ആളെ അധ്യക്ഷനാക്കി 2-3 വർഷം കഴിയുമ്പോൾ അടുത്ത ആൾക്ക് അവസരം കൊടുക്കണം. അപ്പോൾ ഈ അവസരം കൊടുക്കുമ്പോൾ ഒരു പക്ഷേ സുരേന്ദ്രന് മറ്റൊരു പദവി കൊടുത്തേക്കാം. ആ പദവി മുരളീധരന് ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. പക്ഷേ മുരളീധരനെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് സുരേന്ദ്രൻ ആ പദവി തട്ടിയെടുത്തു. ഇതൊക്കെ പറയുന്നത് എന്തിനാ? കേരളത്തിലെ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള നാരേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട് BJP-ക്ക് ഏതെങ്കിലും തരത്തിൽ വളരാൻ സാഹചര്യമുണ്ടായാൽ അതിനെ ഇല്ലാതാക്കണം. അപ്പോൾ നമുക്കറിയാം, പാലക്കാട് നഗരസഭ 2 തവണയായിട്ട് BJP-യാണ് ഭരിക്കുന്നത്. തൃശ്ശൂരും തിരുവനന്തപുരത്തും BJP വലിയ മുന്നേറ്റമുണ്ടായി. കഴിഞ്ഞ തവണ നമുക്കറിയാലോ, തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരുപക്ഷെ BJP ഭരിക്കുമോ വലിയൊരു കട്ടയ്ക്കുന്ന മത്സരം ഉണ്ടായി. ഇത്തവണ അതിൻ്റെതായ നേട്ടങ്ങൾ അവിടെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടാകാം ഒരു പക്ഷേ. കാരണം എന്താ, വഖഫുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഒരു വശം നിൽക്കുന്നത്. ഇതിനുവേണ്ടി രംഗത്തേക്ക് ഇറങ്ങുന്നത് ആരാ? BJP മാത്രമാണ്. CPM മിണ്ടുന്നില്ല. കാരണം എന്താ, സംസ്ഥാന സർക്കാരിന്റെ ചുമതല അല്ലേ, അവർക്ക് വോട്ട് ബാങ്ക് ലക്ഷം. കോൺഗ്രസ് ആണ് ഇവർക്ക് വിട്ടുവീഴ്ച ചെയ്തത്, അതുകൊണ്ട് വഖഫിനെതിരെ കോൺഗ്രസിന് പറയാൻ പറ്റുന്നില്ല. ഇനി തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചു. അപ്പോൾ സുരേഷ് ഗോപി ജയിച്ചപ്പോൾ സുരേഷ് ഗോപിയിലൂടെ ഒരു പുതിയ MPയെ കിട്ടിയെന്നും അവിടെ ചില മാറ്റങ്ങൾ ഉണ്ടായെന്നും ആ നാട്ടുകാരെങ്കിലും ആ ജില്ലക്കാരെങ്കിലും തിരിച്ചറിയുന്നുണ്ട്. ഒപ്പം കോൺഗ്രസും CPM-ഉം ആരോപണങ്ങളുമായിട്ടൊക്കെ വരുന്നുണ്ട് അല്ലേ, ഈ തൃശ്ശൂർ പൂരം കലക്കിയതുമായി. ഇനി ഞങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നില്ല, കോർപ്പറേഷനും BJP-ക്ക് അനുകൂലമായി ചിന്തിച്ചാലോ പേടിക്കുന്നുണ്ട്. അപ്പോൾ കാസർഗോഡും തൃശ്ശൂരും തിരുവനന്തപുരവും പാലക്കാടും അല്ലാതെ മറ്റേതെങ്കിലും സ്ഥലത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് മുന്നേറ്റം ഉണ്ടാവുകയാണെങ്കിൽ അതിന് തടയിടണം. അതിനു വേണ്ടിയിട്ട് BJP-യിൽ വലിയ പ്രശ്നമുണ്ടാണ്, വലിയ ബുദ്ധിമുട്ടുകൾ നടക്കുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കുഴി കുഴിക്കുമ്പോൾ BJP അതിൽ ചെന്ന് ചാടുമെന്ന് ആരൊക്കെയോ പ്രതീക്ഷിക്കുന്നു. വളരെ പക്വമതിയായിട്ട് സുരേന്ദ്രൻ എന്ന് പറഞ്ഞ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ അതിനകത്ത് ഇടപെട്ടു. ശോഭാ സുരേന്ദ്രൻ അധ്യക്ഷയാകുമെന്ന് പറഞ്ഞു. ഞാനത് അറിഞ്ഞിട്ട് പോലും ഇല്ലെന്ന് അവർ പറയുന്നു. ഇവിടെ MD രമേശ് ഒന്നും അങ്ങനെയുള്ള പ്രതികരണം നടത്താറില്ല. NN കൃഷ്ണദാസ് അദ്ദേഹം മൗനമായിട്ട് നിൽക്കുന്നേ ഉള്ളൂ. എനിക്ക് വി മുരളീധരൻ പഴയ മന്ത്രിയല്ലേ, അദ്ദേഹത്തിന് കുറച്ച് ഗൗരവ് കൂടുതലാണ്, നമുക്ക് അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യാം, അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ തമ്മിൽ BJP-ക്കാർ അടിയുണ്ട് എന്ന് വരുത്തി തീർക്കാനായിട്ട് കുറേ ദിവസങ്ങളായിട്ട് ഈ മാധ്യമങ്ങൾ ശ്രമിക്കുകയാണ് അല്ലേ. എത്രത്തോളം വിജയിക്കാൻ പറ്റുമോ? അതായത് ഒരിക്കലും കഴിയില്ല. കാരണം ഇപ്പൊ
മാധ്യമങ്ങളുടെ പിന്നെ എന്താണ് അവരുടെ പിന്നെ ലക്ഷ്യം എന്നുള്ളത് BJP മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളത്. അതുകൊണ്ടാണ് ഇവരെല്ലാവരും മാധ്യമങ്ങളുടെ മുന്നിൽ പിന്നെ ഉൾപ്പോരുകൾ എല്ലാ പാർട്ടിയിലും ഉണ്ടാകാം, ഭിന്നതകൾ വിയോജിപ്പുകളൊക്കെ എല്ലാ പാർട്ടിയിലും ഉണ്ടാകാം, അത് എല്ലാവരും പറയുന്നത് അംഗീകരിക്കണമെന്നൊന്നുമില്ല. പക്ഷെ അതൊക്കെ ഇനി മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വേണ്ട, നമുക്കകത്തുള്ളത് നമ്മൾ തന്നെ പറഞ്ഞ് പരിഹരിച്ച് തീർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നൊരു നിലപാട് BJP സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് BJP പ്രവർത്തകർക്ക് കൂടി സന്തോഷം പകരുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും BJP ഇനി വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ മുന്നേറ്റം നേടുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം.